ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. കുറഞ്ഞ ദിവസത്തിൽ നല്ല രീതിയിൽ പ്രചരണം നടത്തിയിരുന്നുവെന്നും ഉണ്ടായ പരാജയം പാർട്ടി തലത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണെന്നും DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. കുറഞ്ഞ ദിവസത്തിൽ നല്ല രീതിയിൽ പ്രചരണം നടത്തിയിരുന്നുവെന്നും ഉണ്ടായ പരാജയം പാർട്ടി തലത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണെന്നും DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. അമ്പലപ്പുഴയിലും പയ്യന്നൂരും തളിപ്പറമ്പുമെല്ലാം LDFന്റെ പരാജയവും ഇതുപോലെ തന്നെയാണെന്നും അതുകൊണ്ട് ഇതെല്ലാം പാർട്ടി തലത്തിൽ ആണ് പരിശോധിക്കപ്പെടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് വളരെ പരിമിതമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളെ സംബന്ധിച്ച് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ UDF നടത്തിയിട്ടുണ്ട്. കിട്ടിയ ദിവസം വളരെ സഹകരിച്ച് ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമായി വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പിന് നേരിട്ടതാണ് ഐക്യജനാധിപത്യ മുന്നണി. തിരഞ്ഞെടുപ്പ് ഫലം ഇത്രയേറെ പ്രതികൂലമായത് അത് ഒറ്റപ്പാലത്ത് മാത്രമല്ല, അതിൻ്റെ സാഹചര്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ല, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് LDFന് ഇത്രയേറെ ഭൂരിപക്ഷം കൂടിയത് എന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ അതിവിടെ മാത്രമല്ലല്ലോ, തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ 1,00,000 വോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥി, LDFൻ്റെ സ്ഥാനാർത്ഥി മധുസൂദനൻ, അദ്ദേഹം 7,500 ചില്ലറ വോട്ടിന് ഇപ്പോൾ അവിടെ പരാജയപ്പെടുക. CPM പുറത്തു വന്ന കുഞ്ഞികൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ പരാജയപ്പെടുകയാണ്. തളിപ്പറമ്പിൽ ശക്തി കേന്ദ്രമായിരുന്ന CPMൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന തളിപ്പറമ്പിൽ അവിടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള അവിടെ TK ഗോവിന്ദൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറോട് പരാജയപ്പെടുകയാണ് ഏതാണ്ട് 15,000-ലധികം വോട്ടിന്. അമ്പലപ്പുഴയിൽ G സുധാകരൻ 26,000-ലധികം വോട്ടിന് CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരം ജയപരാജയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും നടന്നിട്ടുണ്ട്, ഒറ്റപ്പാലത്ത് മാത്രമല്ല. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അതാത് തലങ്ങളിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും UDF അത് പരിശോധിക്കും, കോൺഗ്രസ് അത് പരിശോധിക്കും. ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഫലമാണ് കോങ്ങാടിലെ UDFന്റെ വിജയമെന്നും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു KM തുളസിയെന്നും ഏത് CPM കോട്ടയും തകർക്കാൻ കഴിയുമെന്നുള്ളതിന്റെ സൂചനയാണ് കോങ്ങാടെന്നും സത്യൻ പെരുമ്പറക്കോട് പറഞ്ഞു. അത് എന്തുകൊണ്ടും ഒരു അടുക്കും ചിട്ടയാർന്ന നല്ല ശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ വിജയമാണ് കോങ്ങാട്ട് UDF സ്ഥാനാർത്ഥി തുളസി ടീച്ചർ വിജയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ സീനിയറായ ഒരു നേതാവാണ് തുളസി ടീച്ചർ. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ മത്സരിച്ച് ജയിക്കുകയും പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്ത ഒരു നേതാവാണ് തുളസി ടീച്ചർ. കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ തുളസി ടീച്ചർ അവിടെ UDFും കോൺഗ്രസും നടത്തിയിരുന്ന ചിട്ടയായ പ്രവർത്തനം കോങ്ങാട് പിടിച്ചെടുക്കുമെന്നുള്ള വാശിയേറിയ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇവിടെ നടന്നത്. എല്ലാ തലങ്ങളിലും മികവുറ്റ സ്ഥാനാർത്ഥിയും തുളസി ടീച്ചറായിരുന്നു. ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ വളരെ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രവും തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു സൂചന കൂടിയാണ് ശ്രീമതി തുളസി ടീച്ചറുടെ